ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പട്ടുപാവാടയ്ക്ക് യോജിച്ച ഒരു ബ്ലൗസ് എങ്ങനെയാണ് തയ്ച്ചെടുക്കാമെന്നാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് നമ്മൾ തുണി 4 ആയി മടക്കിയിടുക. വിഡ്ത്ത് 8 ഇഞ്ചും ടോട്ടൽ ലെങ്ത്ത് 13 ഇഞ്ചാണ്. പക്ഷേ ഇവിടെ 11.5 ആണ് എടുക്കുന്നത്. താഴേക്ക് നമ്മളൊരു പ്രില്ല് കൊടുക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് അത് രണ്ടും മാർക്ക് ചെയ്തതിന് ശേഷം അതായത് ഓപ്പണിംഗ് അല്ലാത്ത ഭാഗത്തു നിന്നാണ് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യാൻ. 5 ഇഞ്ചാണ് ഷോൾഡർ, 4.5 ആണ് ഹാം ഹോള്. അത് രണ്ടും മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് കുഴിച്ച് വരയ്ക്കാം. ഞാൻ ലൈനിങ് തുണിയിലാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ലൈനിങ് ഉണ്ടെങ്കിൽ ലൈനിങ് തുണിയിൽ മാർക്ക് ചെയ്തിട്ട് നല്ല പീസും കൂടി ചേർത്ത് വെട്ടിയാൽ മതി. അപ്പോൾ നമുക്കിതുപോലെ ഒന്ന് കയറ്റി കൂടി വരയ്ക്കണം. അതിന് ശേഷം നെക്ക് വിഡ്ത്ത് 2 ഇഞ്ചാണ്, ഫ്രണ്ട് നെക്ക് 3 ഇഞ്ചാണ് ഇറക്കം കൊടുത്തിട്ടുള്ളത്. അതായത് ബാക്ക് നെക്ക് വന്നിട്ട് 2 ഇഞ്ചാണ് ഇറക്കം കൊടുത്തിട്ടുള്ളത്. നമുക്ക് അതും കൂടി ഒന്ന് സർക്കിളായിട്ട് വരച്ചെടുത്തിട്ട് കട്ട് ചെയ്യാം. മാർക്ക് ചെയ്ത അതേ ഷേപ്പിൽ നമുക്കിനി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ആം ഹോൾ കട്ട് ചെയ്യുക, പിന്നെ ബാക്ക് നെക്ക് കട്ട് ചെയ്തതിന് ശേഷം ഷോൾഡർ കട്ട് ചെയ്യാനുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തതിന് ശേഷം ബാക്ക് പീസ് മാറ്റിയതിന് ശേഷം വേണം ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ബാക്ക് പീസ് ഒന്ന് 2 ആക്കി കട്ട് ചെയ്യണം. കറക്റ്റ് സെൻറ്റർ എടുത്തിട്ടൊന്ന് കട്ട് ചെയ്യണം, കാരണം നമുക്ക് അവിടെ ഹൂക്ക് വെച്ച് കൊടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ എടുത്തിട്ടുള്ള നല്ല മെറ്റീരിയൽ വന്നിട്ട് 25 ഇഞ്ച് വിഡ്ത്തും 49 ഇഞ്ച് ലെങ്ത്തുള്ള മെറ്റീരിയലാണ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്കത് 4 ആക്കി മടക്കാം. കറക്റ്റ് 8 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വെറുതെ തുണി വേസ്റ്റ് ആവില്ല. അപ്പോൾ അങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആദ്യം ഇതേപോലെ 2 പീസും കട്ട് ചെയ്യാം. ബാക്ക് പീസും കട്ട് ചെയ്യുക, ഫ്രണ്ട് പീസും കട്ട് ചെയ്യുക. അതിന് ശേഷം ബാക്ക് പീസ് സെൻറ്റർ ഒന്ന് കട്ട് ചെയ്യുക. നല്ല വശത്തിന് മുകളിൽ ലൈനിങ് മെറ്റീരിയൽ വെച്ചതിന് ശേഷം നമുക്കൊന്ന് ആം ഹോളിൻ്റെ ഭാഗവും ഷോൾഡറും പിന്നെ നെക്കിൻ്റെ ഭാഗവും കൂടി ഒന്ന് അടിച്ചെടുക്കണം. നമുക്ക് 3 പീസ് അടിക്കാനുണ്ടാവും. ഇതേപോലെ തന്നെ ഒന്ന് ഫ്രണ്ട് പീസ് അടിക്കാനുണ്ടാവും, പിന്നെ ബാക്കിൽ 2 പീസും അടിക്കാനുണ്ടാവും. അപ്പോൾ നമുക്കങ്ങനെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചെറിയ ചെറിയ കട്ട് കൊടുക്കാം, കാരണം നമുക്ക് മറിച്ചെടുക്കുമ്പോൾ നന്നായി വരാൻ വേണ്ടിയിട്ടാണ്. ചെറിയ ചെറിയ കട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മറിച്ചെടുത്ത് കഴിഞ്ഞാൽ നെക്ക് പിന്നെ നമ്മൾ അടിക്കേണ്ട ആവശ്യം വരുന്നില്ല. നെക്ക് അവിടെ നന്നായി തന്നെ വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് ഹൂക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഒരു 3 ഇഞ്ചിൻ്റെ ഒരു പീസും 2 ഇഞ്ചിൻ്റെ ഒരു പീസും വേണം. വലത് ഭാഗത്താണ് ഹൂക്ക് വെക്കുക, അപ്പോൾ ആ ഭാഗത്താണ് നമുക്ക് 3 ഇഞ്ചിൻ്റെ പീസ് വേണ്ടത്. മറ്റേ സൈഡിൽ 2 ഇഞ്ചിൻ്റെ പീസാണ് വേണ്ടത്. അപ്പോൾ നമുക്കതൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഒരു മടക്ക് മടക്കി പിന്നെ ഒരു മടക്ക് മടക്കിയിട്ട് വേണം അടിക്കാൻ. നമ്മൾ 2 ഇഞ്ച് വിഡ്ത്ത് കൊടുത്തിട്ടുള്ള പീസ് പുറത്തേക്ക് കാണാത്ത രീതിയിൽ വേണം അടിക്കാൻ വേണ്ടിയിട്ട്. മറ്റേത് പുറത്തേക്ക് കാണുന്ന രീതിയിൽ വേണം അടിക്കാൻ, കാരണം ആ പീസിലാണ് നമ്മൾ ഹൂക്ക് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെയും കൂടി ഒന്ന് അടിച്ചെടുക്കാം. ഇതോടൊപ്പം തന്നെ നല്ല വശത്തിൻ്റെ മുകളിൽ നല്ല വശം വരുന്ന രീതിയിൽ നമുക്ക് ഷോൾഡറും കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഭാഗം പുറത്തേക്ക് കാണുന്ന രീതിയിലും ഒരു ഭാഗം പുറത്തേക്ക് കാണാത്ത രീതിയിലുമാണ് ഉണ്ടാവുക. പിന്നെ ഷോൾഡറും അടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, താഴേക്ക് ലെങ്ത്ത് എക്സ്ട്രാ നമ്മളൊരു 2.5 ഇഞ്ചിൽ നമ്മൾ എക്സ്ട്രാ ഒരു പ്രില്ല് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടി നമുക്ക് 6 ഇഞ്ച് വിഡ്ത്തുള്ള 2 പീസ് എടുക്കണം. എന്നിട്ട് ഒരു പീസ് ഫുള്ളായിട്ട് നമ്മളിതുപോലെ എത്രയാണോ നമ്മൾ വിഡ്ത്ത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് പ്രില്ലിട്ടിട്ട് നമ്മൾ അടിച്ചു കൊടുക്കണം. രണ്ടാമത്തെ പീസ് കറക്റ്റ് സെൻറ്റർ കട്ട് ചെയ്തിട്ട് 2 സൈഡിലായും കൊണ്ട് പ്രില്ലിട്ട് കൊടുക്കണം. നിങ്ങൾക്ക് ചിലപ്പോൾ ഇത്രയും ലെങ്ത്ത് കിട്ടുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ജോയിൻ്റ് ഇട്ട് കൊടുത്താൽ മതി. ആ പ്രില്ലിൽ ഉള്ളിൽ ഇങ്ങനെ ജോയിൻ്റ് പോയാൽ മതി, അപ്പോൾ കുഴപ്പമുണ്ടാവില്ല. ഞാൻ പഫ് ഓൾറെഡി ചെയ്തെടുത്തിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത് തന്നെ ഇടുന്നതായിരിക്കും. പിന്നെ നമുക്ക് പഫ് സ്ലീവിൻ്റെ താഴെയായിട്ട് ഞാനിവിടെ ഒരു ലേസും കൂടി കൊടുക്കുന്നുണ്ട്. ഇതേ ലേസ് വർക്ക് നിങ്ങൾക്ക് നെക്കിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നെക്കിലും കൊടുക്കാം. പിന്നെ നമുക്കിനി ഷേപ്പ് മാർക്ക് ചെയ്യുക, സൈഡ് സ്റ്റിച്ച് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക.